ഞങ്ങളിപ്പോൾ പോണത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്കാണ്. പ്രളയം ഉണ്ടായിട്ട് ആളുകൾക്ക് അധിവസിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാമ്പിലേക്ക്. ഈ ക്യാമ്പ് നടക്കുന്നത് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിലെ നാടകഗൃഹത്തിലാണ്. അപ്പോൾ ഈ ക്യാമ്പിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്രേമനും ജയന്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്യാമ്പിൻ്റെ ഉള്ളിലേക്കാണ് പോവാം. ജോയിയുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇത് ക്യാമ്പാണ്. തനിയെ എങ്ങനെ വരാൻ ഡ്രസ് എടുത്തിട്ടുണ്ടോ? കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ എന്നിട്ട് ഇവിടുന്ന് ജോലിക്ക് പോകും. ശ്രീരാമ അവർക്ക് വേണ്ട എന്താ വേണ്ട വെച്ചാൽ കൊടുക്കണമെന്ന്. ഷീറ്റില് വെള്ളം കുത്തിക്കളടാ, അല്ലെങ്കിൽ ചോർന്നിട്ട് നിക്കാൻ വയ്യ അവിടെ. എന്തായി സെറ്റല്ലേ ഞാനാ പുഴയ്ക്കപ്പാടത്ത് വെള്ളം കയറി. ഞാൻ ഒരാളല്ലേ ഉള്ളൂ എല്ലാവർക്കും. എന്റെ പൊന്നെ ഇമാതിരി ആൾക്കാരാ ഇവരൊക്കെ കൂടി ഇവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടാ. പക്ഷെ അന്ന് ചെയ്യണം. കുറച്ച് കീഴിലേക്ക് പോകും, പിന്നെ അമ്പളിക്കലേക്ക് പോകും, സെന്റ് തോമസിലേക്ക് പോകും, പിന്നെ വയസ്സായ ആൾക്കാരുണ്ടല്ലോ. പിന്നെ ഒരു ഗ്ലാസ് കൊണ്ടുവരാം, വെള്ളം വായില് വെള്ളം വറ്റിടാ. ഈ ലേഡി വർത്താനം പറ. ഇവിടെ ഒരു കാര്യം ചോദിക്കുമ്പോഴാണോടാ അവിടെ വെള്ളം വരണത്. വെള്ളം ഇങ്ങോട്ട് വരച്ചുണ്ട്, കുത്തി അങ്ങോട്ട് ഒലിച്ചാൻ പോട്ടെ. പറയാൻ ഒരു കാര്യം അറിയോ? ഈ ക്യാമ്പിൽ എല്ലാവരും വന്നിരിക്കുന്നത് വെള്ളം കയറിയിട്ടല്ല, പിന്നെ അവര് വെറുതെ ഉടായ്പ പറഞ്ഞ് വന്നിരിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവർക്ക് മുഴുവൻ നമ്മൾ സദ്യ കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. ഉറപ്പായിട്ട് കൊടുക്കണല്ലോ ഇന്ന്. കുടുംബയോഗം. കുടുംബയോഗം എന്തേ പ്രശ്നമുണ്ടാ? ഇന്നോ? ഇപ്പോ അല്ല, നാളെ. ഇപ്പോ എന്റെ കയ്യിലൊന്നും ഇല്ല കേട്ടോ. വേണ്ടടി, മറ്റേ നമ്മുടെ പ്രദീപ മാഷില്ലേ, പിന്നെ നീ എന്തിനാ പേടിക്കണേ? അയാളുണ്ടായിട്ട് എന്താ കാര്യം? ചെയ്യേണ്ടത് നമ്മളല്ലേ? അയാള് ഡോക്ടറാടി, ഡോക്ടർ. അയാള് ഡോക്ടർ, കമ്പൗണ്ടറാവും. രോഗികൾ നമ്മളല്ലേ പ്രേമേട്ട? ഉത്തരവാദിത്തം അയാളെ ഏൽക്കാന്ന് പറഞ്ഞിട്ട് നിനക്ക് പറ്റൂല്ലയോ? ഉറപ്പ് ചോദിച്ചു. അയാളോട് ചോദിക്കുന്നുണ്ട്, അയാൾ പറഞ്ഞു നിനക്ക് പറ്റൂല്ലയോ? ആ നേരം മുങ്ങോട്ടാ. ഇല്ലടി, നീ ഒരു കാര്യം ചെയ്ത് ഡ്രസ് ഊരിക്കോ. ഇവിടെയാ? അല്ല, വീട്ടിൽ പോയിട്ട്. പെണ്ണ ഒരു ജാതി നിന്റെ മറ്റേ പോയി ഡ്രസ് പറഞ്ഞു. ഈ കോപ്പിലെ ഡ്രസ് ഇട്ടല്ല കളിക്കാൻ പോണ. അല്ല പ്രേമേട്ട, തലമുടി ഇങ്ങനെ പോരെ? നീ വല്ലാണ്ട് നരപ്പിക്കണ്ടല്ലോ. നീ കുറച്ച് ഡൈ മേടിച്ച് തേക്ക്. ഈ ക്യാരക്ടറിന് 75 വയസ്സുള്ളൂ, നിന്നെ കണ്ട 95 വയസ്സ് തോന്നിക്കും. പ്രേമേട്ടൻ, ആ ശശിയേട്ടൻ നിന്നോട് എന്താ പറയുന്നറിയോ? എനിക്കൊരു 20-25 വയസ്സിന് മേലെ പൂവില്ല. എത്ര? 30. നീ അതിൽ കൂടില്ല. ഡോ ശശിയെ, തന്നോട് ഇവരാട്ട ആർപ്പായട കയറ് പിടിച്ച് വലിച്ചു കെട്ടാൻ പറഞ്ഞപ്പോ തനിക്ക് അതിന് ഒഴിവില്ല. ഇതിനെ വലിച്ചു കെട്ടാൻ നിൽക്കണോ? സർക്കാർ ഉദ്യോഗസ്ഥനത്ര. ഓരോന്നിനും വളച്ച് സെറ്റാക്കി കൊണ്ടുവരുമ്പോഴാണ് വളക്കലും കിളക്കലും. വളക്ക വേണ്ടോ? കുഴപ്പം നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് മാറ്റി വെക്കണം. അവിടെ എന്തെങ്കിലും ചെയ്യട്ടെ. മതി ഉറച്ചു നീക്കി വെക്കി. ഡ്രസ് മാറേ പോ. വർത്താനം പറയാൻ നിൽക്കണം. ഒരു വർത്താൻ ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലോടാ. നമ്മൾ സദ്യ ഉണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് സദ്യ തരും, ഒരു സംശയമില്ല. ഇന്ന് നമുക്ക് ഇവർക്ക് എല്ലാവർക്കും വലിയൊരു സദ്യ കൊടുക്കണം കേട്ടോ. സദ്യ എന്ന് പറഞ്ഞു, എന്തോന്ന് എടുത്ത് കൊടുക്കാനാ? എടിയേ, എന്തോരം ആളുകളാ വന്നിരിക്കണേ നോക്കിയേ. ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ചല്ലാട്ടോ. ഇവർക്ക് ഒരു സദ്യ കൊടുക്കാൻ നമുക്ക് എന്നാ പ്രശ്നം? നമ്മക്ക് എന്നാ പ്രശ്നം? നമ്മൾ ഈ നാട്ടിൽ വലിയൊരു തറവാട്ടുകാരല്ലയോ? പിന്നെ സദ്യ കൊടുക്കാൻ നമുക്ക് എന്നതാ പ്രശ്നം? പിന്നല്ലയോ? നമ്മൾ ആരാ? ഈ നാട്ടില് ജോയാലുക്കാക്കാൾ വലിയ തറവാട്ടുകാരല്ലയോ? നമ്മള് കണ്ടത്തേക്കാരേക്കാ വലിയവരല്ലയോ? അപ്പൊ നമ്മള് കല്യാൺ സ്വാമിയേക്കാ വലിയവരല്ലയോ? നമ്മൾ ആലുക്കാക്കാരേക്കാ വലിയവരല്ലയോ? നമ്മള് ബോബി ചെമ്മണ്ണൂക്കാരെക്കാൾ വലുതായി അതിന് മേലെ ഇല്ല. കഴിഞ്ഞു. അല്ല പിന്നെ അല്ലേ? നമുക്ക് എത്ര ബാങ്കുണ്ട്? നമുക്ക് 4 3 SBI, HDFC, ICIC. ഇപ്പോൾ അല്ലടി 2000 നിരോധിച്ച നോട്ട് കൊണ്ട് നമ്മൾ RBI ഇങ്ങോട്ട് വാങ്ങിയത്. അല്ലേ? നമുക്ക് എത്ര ബസ്സുണ്ട്? KSRTC ബസ് നമ്മുടേതല്ലായിരുന്നോ?
ഇപ്പോഴല്ലേ നഷ്ടം വന്നപ്പോ നമ്മൾ എടുത്ത് അങ്ങ് സർക്കാരിലേക്ക് കൊടുത്തത്. അപ്പൊ നമുക്ക് എത്ര കാറുണ്ട്? നമുക്ക് ബെൻസ് ഉണ്ട്, ഒരു BMW ഉണ്ട്, പിന്നെ ഒരു ടൊയോട്ട ഉണ്ട്, പിന്നെ എന്നതാടി ആ പോർക്കിന്റെ പേരുള്ള കാറിന്റെ പേരെന്നതാ? ലെർബോഗി. ലെംബോർക്ക്. എന്തേലും പോർക്കാവട്ടെ. അല്ലേ നമുക്ക് കപ്പലുണ്ടോ? നമുക്ക് കപ്പലുണ്ടായിരുന്നു. നമുക്ക് കപ്പലുണ്ടായിരുന്നു. അതിന്റെ പേരല്ലയോ ടൈറ്റാനിക്. ഇതെന്നതാടി കർത്താവ് കുരിശിൽ കയറിയ പോലെ? എടിയേ എന്നതാ? ഞാനല്ലോ ജാക്ക്. അയ്യടേ, അല്ലേ നമുക്ക് 15 മുറികളും 15 കുളിമുറിയുള്ള വലിയ മാളിക ഇല്ലായിരുന്നോ? പിന്നെ ഈ അടുത്ത കാലത്തല്ലയോ നമ്മൾ മുകളിൽ 45 ലക്ഷം രൂപ മുടക്കി അതങ്ങാട്ട് പുതുക്കിപ്പെടുന്നത്. പക്ഷെ അതിന്റെ ബാത്റൂമിന്റെ കുറ്റി നീ വെച്ചില്ല കേട്ടോ. ആ കുറ്റിക്ക് 5 ലക്ഷം രൂപയാ, പൊന്നിന്റെ കുറ്റിയാ. ഞാനതങ്ങ് കള്ളന്മാര് കൊണ്ടുപോകാതെ ഊരി വെച്ചിരിക്കും. കാജ ബുദ്ധിയാ നിനക്ക്. നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കിയ അന്ന് പാർലമെന്റ് മന്ദിരത്തിന്റെ മുകളിലെ ആ കാവിക്കൊടി ഇങ്ങനെ പറക്കണ കാണാം. ഇങ്ങ് തെക്കോട്ട് വന്നാല് ഈ ബുർജ് ഖലീഫയുടെ 149ാമത്തെ നില നേരിട്ട് കാണാം, ഇല്ലയോ? ഓ, നമ്മുടെ വീടിന്റെ മോളെ നിന്ന് നോക്കിയ മന്ത്രിമാര് പറക്കുന്നത് നേരിട്ട് കാണാം. ഒടയ തമ്പുരാനെ ഉടലോടെ കാണാം. നമ്മുടെ വീടിന്റെ മുകളിൽ നിന്ന് നോക്കിയ, മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയ നരകം കാണാം. കോർപ്പറേഷനിലേക്കാണോന്നാ നിങ്ങൾ നോക്കിയേ? അല്ല, അതുകൊട്ടെ അതുകൊട്ടെ. അല്ലേ നമ്മൾ എത്ര പള്ളി പണിതു? നമ്മള് 3 ഇനി എനിക്ക് മേല. ആ കല്ലും മണ്ണും ചുമന്ന് എന്റെ തലേ നടുവും എല്ലാം പോയിരിക്കുക. ആണോ? ശരിയാ, ഇനി എനിക്കും മേല. കുത്താവടി. നിങ്ങക്ക് എന്നാ ആരോഗ്യ. ആണോ? എടിയേ, ഓ, നീ എന്റെ മസിൽസ് കണ്ട? പൃഥ്വിരാജിന്റെ പോലെ ഇല്ലയോ? പൃഥ്വിരാജിനെ പോലെയോ? ഭീമൻ രഘുവിനെ പോലെ എന്ന് പറ. എന്നാ ഞാനൊരു കാര്യം പറയും. പറ. ഇങ്കുലാബ് തിന്താവാത്. നമ്മൾ എല്ലാം നമ്മുടേതാകുമ്പോ അല്ലേ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് പിള്ളാര് വരുമ്പോഴേക്കും എന്തെങ്കിലും ഒരുക്കണ്ടായോ? ഓ, എടിയേ, ഞാൻ തന്ന കാര്യങ്ങളൊക്കെ ശരിയായോ? എല്ലാം തയ്യാറായി. താറാവ് ശരിയായോ? താറാവ് ഇല്ല. താറാവില്ലാതെ പിന്നെ എന്നതാടി സദ്യ? താറാവില്ലാത്തൊരു സദ്യ കൊടുത്താൽ നാട്ടുകാർ സമ്മതിക്കോടി? ഞാൻ ആ ലിസ്റ്റിൽ താറാവ് എന്നല്ല എഴുതിയിരുന്നത്. നിങ്ങൾ ആ ലിസ്റ്റിൽ താറാവില്ലായിരുന്നു. ഞാൻ ആ ലിസ്റ്റിൽ താറാവ് എന്ന് തന്നെ ഞാൻ എഴുതിയത്. അത് തമിഴെന്നായിരുന്നു. ഈ ഇടയായി എനിക്ക് ചില അക്ഷരപ്പെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. അത് ഈയിടെയായിട്ടല്ല, മുന്നേ അങ്ങനെ തന്നെയല്ലയോ? എടാ കൊച്ചു പറയേ, നീ ആ കൂട്ടിന്ന് ഒരു 20 താറാവിനെ ഇങ്ങോട്ട് പിടിച്ചോ. എന്നിട്ട് താറാവ് കൊണ്ടൊരു മപ്പാസ്, ഒരു പെരളൻ, പിന്നെ ഒരു ഇരളൻ, കുറച്ച് നമുക്ക് ഇട്ട് ഉറക്കാം. എന്നതാ? അപ്പൊ നിർത്തി പൊരിക്കണ്ടായോ? നാട്ടുകാരെ പൊരിച്ചത് പോരെ? നീ എല്ലാം നിർത്തി പൊരിച്ചോ. പൊരിച്ചോ.
നിങ്ങൾ പറഞ്ഞ ലിസ്റ്റും പടി എല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് ഈ കരിമീൻ വറുത്തത് ഉണ്ട്, ഭൂമി ഉണ്ട്, ബീഫ് ഒലത്തിയത് ഉണ്ട്. അത് നിർബന്ധമാ. നമ്മുടെ കുടുംബക്കാരുടെ ഒരു ആചാരമാ അത്. കുലാചാരം എന്ന് പറയും അതിനെ. പിന്നെ ഈ മീൻ പറ്റിച്ചത് അത് നമ്മളെ അതടി. എന്നതാ ഇങ്ങനെ കരാന്ന് അലക്കണത്? ഞങ്ങ് ചുമച്ചീരി. നിങ്ങളുടെ ചുമ കേട്ടിട്ട് ഈ കരയൊക്കെ അങ്ങ് ഞടുങ്ങണം. ഈ കരയിൽ എന്നെ മാതിരി ചൊറിക്കുന്ന വേറെ ആരാണീ ഉള്ളത്? ഒരാളുണ്ടായിരുന്നു, ഗണേശൻ. എളിയേ, എനിക്ക് ചെറിയ ജലദോഷമാ. എന്നതാ? എന്നാ എനിക്ക് ആസ്തമയാ. നിങ്ങക്ക് ക്യാൻസറാ. എന്നാ വർത്തമാനമാടി നീ പറയണത്? വലിയ വലിയ അസുഖങ്ങൾ മഹാമാരുടെ ലക്ഷണാ. ആണോ? എങ്കിൽ എനിക്ക് ബ്രെയിൻ ട്യൂമറാ. ആർത്തുങ്കപ്പള്ളി പണിത എന്റെ അപ്പന് മഹോദരായിരുന്നു. ചെട്ടിക്കാട്ട് പള്ളി പണിത എന്റെ അപ്പന്റെ അപ്പന് ഷുഗറായിരുന്നു. ഒരുമാതിരി പഞ്ചസാരയിൽ കുഴഞ്ഞ് എല്ലിയോ കിടന്നിരുന്നേ. ഇതാ ഞാൻ പറഞ്ഞേ, വലിയ വലിയ അസുഖങ്ങൾ മഹാമാരുടെ ലക്ഷണാന്ന്. ഇങ്ങനെ വർത്താനം പറഞ്ഞു നിന്നാ മതിയോ? വന്നവർക്ക് ചായയും കാപ്പിയും കൊടുക്കണ്ടായോ? പിന്നെ കൊടുക്കണ്ടായോ? നീ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. അല്ല, ആരാ വരുന്നത്? ആരാ? നമ്മുടെ തോമാച്ചനല്ലയോ? എന്നാ റബ്ബർ തോമാച്ചനോ? മന്ത്രി തോമാച്ചൻ. പെമ്പിളയില്ലേ? പെമ്പിളയല്ലയോ? ആ തലയിൽ എന്നതാ വെച്ചിരിക്കുന്ന വീടാണോ തലയിൽ ചുമന്നു കൊണ്ടുവരുന്നത്? അപ്പൊ ഇവർക്ക് മക്കളില്ലയോ? തോമാച്ചന് മക്കളില്ല എന്ന് നിനക്കറിയാൻ മേലാടി. അയാൾ പൂർവ്വ സമയം വിദേശത്തല്ലയോ? പിന്നെ എങ്ങനെയാണ് ഈ മക്കൾ ഉണ്ടാവുന്നേ? ഓ, ദൈവത്തിന്റെ കൃപ. അതുകൊണ്ടല്ലയോ ഞാൻ 5 പെറ്റത്. 5 നല്ല നിലയില. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഈ കളസമൊക്കെ മാറി നല്ല പാൻറ്റും നീളം ജുബായും ആ കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഒന്ന് വെച്ചേ. അങ്ങനെയാണെങ്കിൽ നീ പോയി ഈ ചട്ടയും മുണ്ടൊക്കെ മാറിയിട്ട് ചൂരിതാറങ്ങാട്ട് എടുത്തിട്ട്, എന്നിട്ട് ആ മുടി തലയിൽ ഇങ്ങനെ കോഴിവാല് പോലെ കെട്ടി വെച്ചാ ഇങ്ങാട്ട് വാ. എന്നതാ എടിയേ, ഈ നാട്ടുകാര് എന്നെ വിളിക്കുന്നത് എന്താണെന്ന് അറിയോ നിനക്ക്? പാവങ്ങളുടെ മമ്മൂട്ടി. മമ്മൂട്ടി എന്നെ വിളിക്കണത് എന്നതാന്നറിയാവോ? എന്നതാ? മഞ്ജു വാര്യർ. എടിയേ മഞ്ജു വാര്യരേ, നീ ഇങ്ങനെ നിന്ന് താളം ചവിട്ടാതെ ആളുകൾക്ക് കാപ്പിയോ ചായ എണ്ണാച്ചാ കൊടുക്കണേ. എനിക്ക് 2 കാലും 2 കൈയും ഉള്ളു കേട്ടോ. നിങ്ങൾ എന്റെ ഒപ്പം ഇങ്ങനെ ആഞ്ഞ് പിടിച്ചോ. ഞാൻ അങ്ങോട്ട് പിടിക്കല്ലയോ? വന്നിരുന്നാട്ടെ. ഒന്ന് ചോദിച്ചേക്കരുതേ. എന്ത് സംശയം ചോദിച്ചാലും അടുത്ത ഫ്ലൈറ്റിന് മന്ത്രി അങ്ങ് പോയേക്കും. ഒന്നും ചോദിച്ചേക്കരുതേ. അയ്യോ, അറിയാമച്ചേർത്തി സുഖം തന്നെയല്ലയോ? അല്ലയോ, പണ്ട് കണ്ടതുപോലെ അല്ല കേട്ടോ. കുറച്ചങ്ങാട്ട് തടിച്ചു വീഴുമ്പോ നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. സുഖമല്ലയോ? അറിയാമ്മ ചേച്ചിയുടെ അടുത്ത് അത് നിക്കണ്ടങ്ങോട്ട് പോരെ. ഓ ശരിയാ. അല്ലേ, ആധാരാവന്നെ? അയ്യോ, അത് നമ്മുടെ ആ ജുബയും ആ മുണ്ടും ആ മുറുക്കി ചോപ്പിച്ച ആളല്ലയോ? ഇത് നമ്മുടെ ആ നവോത്ഥാന നായകനല്ലയോ? പേര് ആള് ആ ജാതിക്കെതിരെയുള്ള പ്രഭാഷണ പരമ്പര ഒരു 6 ദിവസം നടത്തിയിട്ട് വരുവാ. എന്നതാ പേര്? മേമനയില്ലത്തെ സൂര്യ നമ്പൂതിരിപ്പാട്. ഇവരുടെ ഇടയ്ക്ക് എങ്ങാനും ഇരിക്കോ? ഏയ്, അതിരിക്കാൻ വഴിയില്ല. അങ്ങേരുടെ കഷ്ടത്തന്നെ ഒരു ബാഗിലൊരു വീർമത. അത് പഴമാവാനാ സാധ്യത. ഒന്നും കിട്ടാതെ വരുമ്പോ തള്ളാനാവുമല്ലോ. വേറെ ആൾക്കാർ, നമ്മൾ വിളിച്ച ആൾക്കാരെ നോക്കാം. നോക്ക്, വെറുതെ നിന്ന് വർത്തമാനം പറയാതെ. നോക്കി നിക്കാതെ നിങ്ങൾ ആ ചായ കാപ്പിയൊക്കെ ഒന്ന് എടുത്തു കൊടുത്തേ.
എന്നതാ എനിക്ക് 2 കൈയും 2 കാലും ഉള്ളൂ, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്നതാ എന്നതാ മാത്തച്ഛൻ ചോദിച്ചേ? എന്നതാ? ഓ, നമ്മുടെ മൂത്തോൻ ജോണിക്കുട്ടിക്ക് എത്ര വയസ്സായെന്നാ ചോദിക്കുന്നേ? ഒരു 45 അത്രയേ ഉള്ളൂ. എന്നതാ ഈ പറയണേ? 99-ലെ വെള്ളപ്പൊക്കത്തിന് ജോണിക്കുട്ടിക്ക് 7, അവന്റെ ഇളയത് അച്ഛൻ കുഞ്ഞിന് 6, അവളുടെ താഴെ അന്നാമയ്ക്ക് 4, പാപ്പച്ചന് 3, ഇളയത് ബേബിച്ച മുല കുടിക്കുക. ഇങ്ങേര് എടത്താ പള്ളിയുടെ വലിയ പള്ളിയുടെ കുരിശുറപ്പിക്കാൻ പോയേക്കുക. ഓർക്കുന്നുണ്ടോ? പിന്നെ അതൊക്കെ അങ്ങ് മറക്കാൻ പറ്റുമോ? ഓ, ഞാനും മക്കൾ ഇങ്ങ് താഴെ വെള്ളപ്പൊക്കവും കളറായും കൊണ്ട് എന്താ ഒരു കളി. ശരിയാ, എത്ര എണ്ണമാ ചത്തുപോയതെന്നറിയാവോ? ചിലവര് ചത്തവര് പിന്നെയും ജീവിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾക്കൊരു മേൽഗതി ഉണ്ടായത്. എന്നാ ഭാഗ്യമാ വന്നതല്ലയോ? മഹാഭാഗ്യല്ലായിരുന്നോ ഞങ്ങളുടെ? മഹാഭാഗ്യം. എന്നതാ ജോണിക്കുട്ടിയോ? ആ, അവനങ്ങ് ആഫ്രിക്കയിലല്ലയോ? പിന്നെ അവനവിടെ കയറ്റലും ഇറക്കലും വലിയോ പരിപാടി. എക്സ്പോർട്ട് ഇമ്പോർട്ട്. രൂപയാ അവന് ശമ്പളം. രൂപയല്ല, പവനാ. രണ്ടാമൻ അച്ഛൻ കുഞ്ഞ്. അച്ഛൻ കുഞ്ഞ് അങ്ങ് ഡൽഹിയില. അവനെ ജഡ്ജി സുപ്രീം കോടതിയിലെ ജഡ്ജിയാ. നല്ല വരുമാനമാ. ഓ, മൂന്നാമത്തോള് അന്നക്കുട്ടി, അവള് സിംഗപ്പൂര് ഡാക്ടറാ. സ്വന്തായിട്ടൊരു ആശുപത്രി ഒക്കെ ഉണ്ട്. അവള് പക്ഷെ കല്യാണം കഴിച്ചിട്ടില്ല കേട്ടോ. ഡാക്ടർമാരെന്തിനാ കല്യാണം കഴിക്കണേ? കഴിഞ്ഞ അവളുടെ വരവിന് അപ്പന് കൊണ്ടുവന്നതാ ഈ കുപ്പായം. ഇതിന്റെ നൂലിന് ഒരെണ്ണത്തിന് 100 രൂപയാ വില. 150. എങ്കിൽ 150. 85 നൂലുണ്ടത്. ഒന്ന് എണ്ണി നോക്കിക്കേ. നാലാമൻ പാപ്പച്ചൻ. അവൻ മാത്രം ഗതി പിടിച്ചില്ല. അവൻ ആലപ്പുഴയിൽ കളക്ടറാ. വരവ് കുറവാ, കൊടുപ്പാ കൂടുതൽ. അഞ്ചാമൻ ബേബിക്കുട്ടി. ഞങ്ങളുടെ മുത്ത്. അവൻ വാങ്ങുന്നു കൊടുക്കുന്നു, വാങ്ങുന്നു പോകുന്നു, വാങ്ങുന്നു പോകുന്നു. അവനെ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ബിസിനസ്സാ. 6 മാസം ലോൺ എടുക്കും. അത് കഴിഞ്ഞാൽ അവൻ പുറത്തോട്ട് പോയി അങ്ങാട്ട് സുഖമായി ജീവിക്കും. വീണ്ടും വരുന്നു, ലോൺ എടുക്കുന്നു. അവൻ ആ ഭാഗ്യവാനല്ലയോ? ഇത് കാര്യം പറഞ്ഞിരുന്നാ മതിയോ? എന്നതാ കൊടുക്കണ്ടായോ? പിന്നെ വേണ്ടായോ? അയ്യോ, ഇതാരാ വരുന്നേ? അയ്യോ, തിരുവല്ലയിലെ വണ്ടിയാണല്ലോ. ബസ്സല്ലയോ? ഓ, അതൊരു വാനല്ലയോ? മുമ്പിലിരിക്കുന്നത് ആരാ? ഇങ്ങോട്ട് വാ. അയ്യോ, ഒന്ന് വഴി കൊടുക്കണേ. ഇങ്ങോട്ട് വാടി. അയ്യോ, എടി, ആളുകളൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റി. നീ ഇങ്ങോട്ട് വാ. എനിക്ക് അങ്ങോട്ട് വരാവോ? നീ ഇങ്ങോട്ട് വാടി, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതെല്ലാവരും വന്നേച്ചു പോരെ? പിള്ളേര് വന്നിട്ട് നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കൂട്ട പ്രാർത്ഥന. നീ ഇങ്ങോട്ട് വാ. ഒന്ന് മാറിന്നേ. ഇങ്ങോട്ട് വാ. ഓ, എന്നാ തിരക്കാ. എല്ലാവരും ഒന്ന് ഇരുത്തിക്കേ. എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാ. എന്നെ കൊണ്ട് മേല ഇങ്ങനെ നടക്കാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങള് പ്രാർത്ഥിക്കാൻ പോവുകയാണേ. അയ്യോ, നടുവിനൊരു വേദന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എടിയേ മറന്നുപോയല്ലോടിയേ. നന്നായി ഓർത്തേച്ച് പ്രാർത്ഥിക്കും മനുഷ്യന്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നേക്കുമുള്ള അപ്പം. നടക്കുന്ന വല്ല കാര്യം പറ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അന്നേക്കുമുള്ള അപ്പം നീ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾക്ക് തരണേ. സ്വർഗസ്ഥനായ പിതാവേ, അന്നേക്കുമുള്ള അപ്പം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നീ ഞങ്ങൾക്ക് തരണേ. എടിയേ, കർത്താവ് നമ്മളുടെ പ്രാർത്ഥന കേൾക്കുവോ? കേൾക്കുമായിരിക്കുമല്ലയോ? എടിയേ,
കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നേ. എടി അതൊരു കാറല്ലയോ വരുന്നേ? കാറ് തന്നെയാണല്ലോ. അയ്യോ നമ്മുടെ പിള്ളേരാണോ? നമ്മുടെ വണ്ടിയല്ലയോ? ആ നമ്മുടെ പിള്ളേരല്ലയോ വരുന്നേ? അടിയത് അത് നമ്മുടെ പിള്ളേരാ. അയ്യോ ജോണിക്കുട്ടി തന്നെ. എടി ആ കോട്ടും ആ ടൈയും ആ നടപ്പും അയ്യോ ആ മേൽമീച്ചിയും ഒക്കെ കണ്ട എന്നതാ കോലം നോക്കി. അച്ഛൻ കുഞ്ഞല്ലേ അപ്പുറം നിക്കണേ. നിങ്ങൾ തനി ചായ ഉണ്ടോ? അയ്യോ അന്നമ്മയല്ലേ അത്? നിന്നെ പോലെ തന്നെ നീ പറിച്ചു വെച്ചത് പോലെ ഉണ്ടല്ലയോ? തടിച്ചങ്ങാട്ട് വീർത്തു പോയി കേട്ടോ. നോക്കി നമ്മുടെ പാപ്പച്ചനും ബേബി കുഞ്ഞും ഇങ്ങോട്ട് വരും. നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ആരും ബഹളം ഉണ്ടാക്കരുത്. അവർ ഇങ്ങോട്ട് കുരിശുറപ്പിക്കുകയായിരുന്നു കേട്ടോ. തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിന്റെ അന്ന് ഞാൻ എടത്വ വലിയ പള്ളിയുടെ കൊടന്തയിൽ കുരിശുറപ്പിക്കുകയായിരുന്നു. മണിമലയാറിന് അക്കരെ ഞാനും മക്കളും ഇക്കരെ. ചോര നിറത്തിൽ കലങ്ങി മറിഞ്ഞു വരുന്ന മലവെള്ളം. മക്കളെല്ലാവരും കൂടെ ഒരു ചെറിയ കൊതുമ്പ് വെള്ളത്തെ പിടച്ചു കയറി കുരിശുറപ്പിക്കുന്ന അപ്പനെ കാണാൻ. അപ്പനെ കർത്താവിനെ ഒരുമിച്ച് കാണും. 44 വർഷം കഴിഞ്ഞു. ആ തോണി ഇതുവരെയും ഇക്കരയ്ക്ക് എത്തിയില്ല. മണിമലയാർ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. ആ കുരിശിന്റെ താഴെ കൂടെ. എടിയേ അടുത്ത വർഷം ചിലപ്പോ അവര് വരുമായിരിക്കും അല്ലയോ? വരുമായിരിക്കും. രംഗചേതനയുടെ പ്രതിവാര നാടകാവതരണത്തിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച NN പിള്ളയുടെ കുടുംബയോഗം എന്ന നാടകത്തിൻ്റെ സ്വതന്ത്ര രംഗാവിഷ്കാരമായിരുന്നു ഇത്. ഈ നാടകത്തിൻ്റെ സംവിധായകൻ ഡോക്ടർ M പ്രദീപനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ പ്രദീപൻ.